ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂവച്ചെടിയെക്കുറിച്ച് പറയാം. 3 ഇനത്തിലുള്ള കൂവച്ചെടികളുണ്ട്. നീലക്കൂവയാണ് ഇതിൽ കാണുന്നത്. ഇതിൻ്റെ കിഴങ്ങിൽ ധാരാളം കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, വൈറ്റമിൻ എയും സിയും അടങ്ങിയിരിക്കുന്നു. ഇതിൽ ധാരാളം അന്നജം അടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ദഹനം നടത്താൻ സഹായിക്കുന്നു. വയറിളക്കം പിടിപെട്ടാൽ കൂവപ്പൊടി ചൂടുവെള്ളത്തിലോ പാലിലോ ഇട്ട് തിളപ്പിച്ച് കൊടുക്കാം. ചെറിയ കുരുക്കൾ ഉണ്ടാകാതിരിക്കാനും ഇത് സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കൂവപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ആദ്യം ഈ കിഴങ്ങുകളെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ വേരുകൾ നീക്കം ചെയ്തെടുക്കുക. കറുപ്പ് കലർന്ന ഭാഗമെല്ലാം മാറ്റിയതിന് ശേഷം നന്നായി വീണ്ടും കഴുകി ഒരു പാത്രത്തിലാക്കി വയ്ക്കുക. വീണ്ടും ഒരു കത്തി ഉപയോഗിച്ച് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുക. പിന്നീട് ഒരു ചെമ്പെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ വെള്ള തുണി കൊണ്ട് മൂടി കെട്ടി വയ്ക്കുക. സാധാരണ അരിപ്പയിൽ അരിച്ചെടുത്താൽ നമുക്ക് പൊടി അങ്ങനെ ലഭിക്കാറില്ല. അതുകൊണ്ടാണ് തുണി ഉപയോഗിച്ച് തന്നെ നമുക്ക് അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഈ കൂവക്കഷ്ണങ്ങളെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്ത് ഈ തുണിയിലേക്കിട്ട് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ഇതിലേക്ക് വീണ്ടും 4 പ്രാവശ്യം വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തുണി മാറ്റിയതിന് ശേഷം ആ വെള്ളമെല്ലാം ഇളക്കി ഒഴിച്ച് കളയുക. വീണ്ടും ചെമ്പിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി മൂടി വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞാൽ ചെമ്പിലെ വെള്ളം ഇളക്കി മാറ്റി വീണ്ടും വെള്ളമൊഴിച്ച് മൂടി വയ്ക്കുക. ഇങ്ങനെ 6 പ്രാവശ്യമെങ്കിലും ചെയ്യുക. അവസാനത്തെ വെള്ളം തെളിഞ്ഞ് അടിയിൽ കൂവപ്പൊടി കാണാം. ആ വെള്ളം ഒഴിച്ച് മാറ്റിയതിന് ശേഷം 7 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി കൂവപ്പൊടി തയ്യാറാക്കാം. ഇനി നമുക്ക് കൂവപ്പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രമെടുത്ത് അതിലേക്ക് 1.5 ഗ്ലാസ് കൂവപ്പൊടിയും 1.5 ലിറ്റർ വെള്ളവും ചേർത്ത് അലിയിച്ചതിന് ശേഷം അടുപ്പ് കത്തിക്കുക. എന്നിട്ട് നന്നായി കുറുകി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 1 തേങ്ങയുടെ പാലും അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറുകി വന്നാൽ തീ ഓഫാക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൽ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം ചേർത്താം. അങ്ങനെ പായസം റെഡിയായിട്ടുണ്ട്. ഇതിൽ നിന്നും 1 കപ്പ് കുറുക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ഹൽവ പോലെ കഴിക്കാം. അങ്ങനെ നമ്മുടെ പോഷകസമൃദ്ധമായ പായസവും ഹൽവയും റെഡിയായിട്ടുണ്ട്.